ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ്, മദ്രസൊക്കെ തുറന്ന് എല്ലാവരും വിരുന്നും കഴിഞ്ഞൊക്കെ എല്ലാവരും അവനാൻ്റെ വീട്ടിലെത്തിക്കാണൂല്ലേ. ഞാൻ പിന്നെ വിരുന്ന് ആകെ ഒരു ദിവസമേ പോയിട്ടുള്ളൂ. കല്യാണത്തിന് പോയിട്ട് അന്ന് അവിടെ നിന്ന് പിറ്റേന്ന് ഇങ്ങോട്ട് തന്നെ പോകുന്നു. പിന്നെ ഈ കാറ്ററിംഗ് വർക്കും കേക്കിൻ്റെ വർക്കും ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് എനിക്ക് നിൽക്കാൻ അങ്ങനെ കൂടൂല. ചിലപ്പോൾ നമ്മൾ കസ്റ്റമർ ഡേറ്റൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചത് ഇക്കാരം, പിന്നെ ആ സമയത്തൊക്കെ കൊടുക്കണ്ടേ. അപ്പം ഇന്ന് നമുക്ക് 2 കേക്കിന് ഓർഡർ ഉണ്ട് കേട്ടോ. ഒരു മുട്ടായി എടുക്കൽ ചടങ്ങിൻ്റെ ഒരു കേക്കാണിത് കേട്ടോ. ഇത് കൊണ്ടുപോയി കൊടുക്കണം, 12 മണീൻ്റെ ഉള്ളിൽ ഇത് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കണം. അതേപോലെ വേറൊരു കേക്കും കൂടി ഉണ്ട്, ആനിവേഴ്സറി കേക്ക്. അപ്പം അങ്ങനെ രാവിലെ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ കേക്ക് വർക്കിനായിട്ട് നിൽക്കുകയാണ്. ചോറവിടെ വെന്തും ചെയ്തിരിക്കണം, കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഇനി നമ്മളെ വീഡിയോ 2 ദിവസം കൂടുമ്പോഴേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ഇന്ന് വന്ന് ഇനി നാളല്ല മറ്റന്നാൾ കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേന്ന്, അങ്ങനെ 2 ദിവസം കൂടുമ്പോഴേ വീഡിയോ ഉണ്ടാവുള്ളൂ. കാരണം നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങളും ഈ കാറ്ററിംഗ് വർക്കും കേക്ക് വർക്കും അതേപോലെ ഈ വീഡിയോ എടുക്കാൻ തന്നെ ഒരുപാട് സമയമാണല്ലോ. എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കിട്ടൂല. ഭയങ്കര റിസ്ക്കാണ്. എനിക്കൊരു റെസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ 2 ദിവസം കൂടുമ്പോൾ ഇനി വീഡിയോ അങ്ങനെ അപ്ലോഡ് ആക്കാൻ വിചാരിച്ചു. അപ്പം നമ്മൾ 1-2 മണിക്കൂർ, ചിലപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ എടുത്ത വീഡിയോ 10 മിനിറ്റ് ആക്കി ചുരുക്കണമെങ്കിൽ എഡിറ്റിങ് നല്ലോണം വരുമല്ലോ. അങ്ങനെ ഫോണുമ്മ തന്നെ നോക്കിയിരിക്കണമല്ലോ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ കാര്യങ്ങളും നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങളും മക്കളെ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഒരു എന്താ പറയുക, ഒന്നിനും ഒരു കുറവില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. അപ്പം ഇത് കുറച്ച് എന്നും വീഡിയോ ഇടുമ്പോൾ നമുക്കൊരു കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ ഞാൻ 1.5 ആക്കിയിരിക്കണം വീഡിയോ. അപ്പോൾ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാക്കുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അതേപോലെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ മക്കളൊക്കെ അംഗൻവാടിക്ക് പോയിട്ടൊക്കെയാണ് എടുക്കല്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വല്ല കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് മിസ്സാവും. പിന്നെ രാത്രി നമുക്ക് മക്കളുണ്ടാകുമ്പോൾ രാത്രി എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനൊന്നും കഴിയൂല. കാരണം ഓല സൗണ്ട് ഇങ്ങനെ അലക്കും. നമ്മൾ കിടക്കുന്നത് വരെ ഓലും കിടക്കൂലല്ലോ, നമ്മൾ കടന്നിട്ടേ ഓലും കിടക്കുള്ളൂ. പിന്നെ ഞാൻ ഉറക്കൊഴിച്ചും കണ്ടൊന്നും ഞാൻ ഒരു പണിഞ്ഞെടുക്കലില്ല. കാരണം ഉറക്കം എനിക്ക് മസ്റ്റായിട്ടും വേണം. കാരണം ഈ മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായതുകൊണ്ട് ഉറക്കൻ്റെ സമയത്ത് ഉറങ്ങന്നെ വേണം. അങ്ങനെ മുട്ടായി എടുക്കുക ചടങ്ങിൻ്റെ കേക്ക് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിരിക്കണം. 12 മണി ആയിക്കണം. അപ്പോൾ ഞാൻ കൊണ്ടു കൊടുക്കുകയാണ്. അതേപോലെ 2ാമത്തെ കേക്ക് ഇവിടെ വന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരിക്കണം. അതും ഒക്കെ സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. അപ്പം ഇതൊന്ന് കൊണ്ടു കൊടുത്തിട്ട് വരാം. നമ്മളവിടെ നിന്ന് 1 കിലോമീറ്റർ അപ്പുറമാണ് കേട്ടോ, കുറച്ചേ ഉള്ളൂ. അങ്ങനെ കേക്ക് കൊടുത്ത് തിരിച്ചു പോന്നു കേട്ടോ. പോരുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിനി. ഇപ്പോൾ അതേപോലെ കേക്ക് ഉണ്ടാക്കാനും മുട്ടയൊക്കെ കഴിഞ്ഞിനി. അപ്പോൾ മുട്ട കൊണ്ടുവന്ന് ഞാൻ പുറത്ത് വെച്ച് ഞാൻ അകത്തേക്ക് വാതിൽ ഇങ്ങോട്ട് തുറന്ന് കയറി. അതിൻ്റെ ബാക്കിൽ ഇതാതു ആ മുട്ടൻ്റെ ട്രേ ഒന്നായിട്ട് പിടിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ആകെ ഇങ്ങോട്ട് കാളി. അതങ്ങനെ താഴെ വീണാൽ എന്താണ് അവസ്ഥ. അങ്ങനെ ഓന് കടയ്ക്ക് പോയിട്ടോ. അപ്പോൾ ഞാൻ വേഗം ഒരു തുടയൊക്കെ തുടച്ച് പോയതാണ്. അപ്പോൾ അവിടെ വെള്ളമൊക്കെ ചിന്തിക്കണം ഞാൻ വന്നപ്പോൾ തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്ന ഇടയിലുണ്ട് മറ്റോന് കടയിൽ നിന്ന് കണ്ടോ, കടയിൽ നിന്ന് എന്ത് സാധനമാണെങ്കിലും എനിക്ക് കൊണ്ടുവന്ന് തരും. ഇപ്പോൾ കുറച്ച് കയ്യിലും സ്പൂണൊക്കെയാണ് അവിടെ നിന്ന് എടുത്ത് പോയി നിൽക്കുന്നത്. ബാപ്പാനെ കാണാതെ കൊണ്ടുവരികയാണ്. ഉമ്മച്ചിക്കാണ് പറഞ്ഞാണ്ട് ഓടും അവിടെ നിന്ന്. എന്നിട്ട് എനിക്ക് കൊണ്ടുവന്ന് തരിക. എന്നിട്ട് എനിക്ക് വേണ്ട അവിടെ ഉണ്ട് തിരിച്ച് കൊണ്ടുപോയിക്കോ പറഞ്ഞാൽ കൊണ്ടുപോകില്ല. പിന്നെ മറ്റുള്ളവരാരെങ്കിലും വലിയ മക്കളാരെങ്കിലും വന്നിട്ട് വേണം കൊടുത്തേക്കാൻ. എന്ത് കിട്ടിയാലും എന്ത് കടയിൽ കണ്ടാലും ഒക്കെ അമ്മച്ചിക്കാണ്. അങ്ങനെ ഇപ്പോൾ ഒരുപാട് സമയമാക്കണം. കേക്ക് പിന്നെ 12 മണി പറഞ്ഞ് 11:30 ഞാൻ കൊണ്ടുപോയി കൊടുത്തിക്കണം. എന്നിട്ടാണ് പിന്നെ നമ്മളെ ബീഫൊക്കെ കൊണ്ടുവന്നിനി. അപ്പോൾ അതൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് പോത്തിൻ്റെ തലച്ചോറുണ്ടല്ലോ അതും കൊണ്ടുവന്നിക്കണം, കുറച്ച് ബീഫും കൊണ്ടുവന്നിക്കണം. അപ്പോൾ ബീഫ് ഇങ്ങനെ കുറഞ്ഞ കറിയിലാക്കിക്കൊണ്ട് അങ്ങനെ ഉണ്ടാക്കുകയും ചെയ്യുക. നമ്മളെ തലച്ചോറൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യുക. അപ്പം ഇന്ന് ചോറിന് ഞാനും നാണിപ്പാക്കിയും ഇതും മാത്രമേ ഉള്ളൂ. മറ്റോലൊക്കെ ഒരാൾ വാവ് ഇരുന്നേക്കാണ്. മോനൂന് പിന്നെ എന്തോ ഒരു പരിപാടി ഉണ്ട് ഉച്ചക്കേറ്, അങ്ങനെ ഓനും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ആദ്യം തലച്ചോറൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അതേപോലെ ബീഫ് ഒന്ന് കറിയാക്കി ഇങ്ങോട്ട് കുറഞ്ഞ ഗ്രേവിയിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് വിചാരിച്ച്. എന്നാൽ പിന്നെ കറി വേണ്ടല്ലോ. അങ്ങനെ ഈ തലച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ ഈ തലച്ചോറും ഉള്ള ഒരു സൈസ് നരമ്പ് പോലെ സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം.
ബീഫിലൊക്കെ മസാലയൊക്കെ തേച്ചുകൊണ്ട് ഞാൻ കുക്കറിൽ അടുപ്പത്ത് വെച്ചിരിക്കണേ. അപ്പം ഇനി നമുക്കൊന്ന് നമ്മളെ തലച്ചോറുണ്ടല്ലോ അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം കുറച്ച് അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തുകൊണ്ട് അപ്പോൾ പപ്പടമൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് എണ്ണ വേസ്റ്റ് ആക്കണ്ടല്ലോ, ആ എണ്ണയിൽ തന്നെ നമുക്ക് തലച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ പപ്പടമൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ടേക്ക് ഞാൻ ആ എണ്ണയിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിട്ട് കൊടുത്ത് അത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. നമുക്ക് കഴുകി ഊറ്റി വെച്ച തലച്ചോറുണ്ടല്ലോ അതൊന്ന് അതിക്കിട്ട് കൊടുത്തുകൊണ്ടൊന്ന് എന്താ പറയുക ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ പൊടികളായിട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ കുരുമുളകിൻ്റെ പൊടിയും ഗരം മസാലയും ഉപ്പും മാത്രമായിട്ട് അത് ഇട്ട് കൊടുത്തത്. അങ്ങനെ ലാസ്റ്റ് ഗരം മസാല ഇട്ടെടുത്ത് അത് നല്ലോണം മിക്സ് ചെയ്ത് കണ്ട് ഇളക്കി വേവിച്ചെടുക്കുക. ഈ തലച്ചോറുണ്ടല്ലോ ഓവറായി വന്നാൽ അപ്പോഴും ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു പാകത്തെ വേവിലാണെങ്കിലാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് കണ്ട് അതും ഇട്ട് കൊടുത്ത്. അപ്പോൾ തലച്ചോറൊക്കെ എല്ലാവരും ഉണ്ടാക്കണ തന്നെയാണ്. അപ്പോൾ പലരും പല വിധത്തിലേക്കാരം ഉണ്ടാക്കുക. അപ്പോൾ ഞാനിങ്ങനെ സിമ്പിളായി കണ്ട് ഇങ്ങനെയായിട്ട് ഉണ്ടാക്കൽ. ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, മക്കൾക്കും ഇഷ്ടമാണ്. ആദ്യം അത് ഇതിൻ്റെ ആളാണ്, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇത്ര മതിട്ട് വന്നത്. അങ്ങനെ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് ഞങ്ങൾ ചോറൊക്കെ കഴിക്കണം. അപ്പോൾ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞാണ്ട് കിച്ചണിൽ എത്തിക്കണം. അപ്പോൾ തന്നെ 3 മണി കഴിക്കണ നേരം. ഇന്ന് ഒരുപാട് സമയം വൈകിക്കണം. കേക്ക് രാവിലെ തന്നെ ഉണ്ടായതുകൊണ്ട് അങ്ങോട്ട് കെട്ടി മറിഞ്ഞാണ്ട് നേരം ആയതാണ്. അങ്ങനെ പോത്തിൻ്റെ തലച്ചോറൊക്കെ റെഡി ആയിക്കണ്. അപ്പം ഇനി ചോറൊക്കെ വിളമ്പി കൊടുക്കട്ടെ. അങ്ങനെ പോത്തിൻ്റെ അതേപോലെ ആടിൻ്റെയൊക്കെ തലച്ചോറ് കിട്ടണമെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അത് മാത്രം മതി കേട്ടോ ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.